ആദ്യം ഒരു മെൻറ്ററായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിലോജി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് ഓജീസ് കാന്താരി എന്ന തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. ഓജിക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേൾസിന് മാത്രമേ അവിടെ വേണ്ടൂ. അത് ഭയങ്കര ലീൻ ആയിട്ട് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഗേൾസിനെയാണ് ഓജി ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെണ്ണുങ്ങളെ സുഖിപ്പിക്കാൻ നല്ല ഈസി ആണെന്നാണ് പുള്ളി പറയാം. മാനിപ്പുലേഷൻ ആണ് മെയിൻലി ഈ സമയങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തയ്യാറായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പൈസയ്ക്ക് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വയം സുനിലോജിയെ തേടിയെത്തുന്നതിന് പുറമെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് സുനിലോജി സ്ത്രീകളെ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് സുനിലോജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുനിലോജിയുടെ പല ആക്ടിവിറ്റീസിലുമുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുനിലോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ്. അതായത് ഓജി എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഏതെങ്കിലും ഇപ്പൊ ഒരു പാർട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓജിക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിക്കും പോയിട്ട് മിണ്ടി ഇൻസ്റ്റഗ്രാമൊക്കെ തപ്പി ഓജിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. കരോളാണ് സുനിലോജിക്ക് വേണ്ടി പല പെൺകുട്ടികളെയും മെസ്സേജ് അയച്ച് സുനിലോജിയുടെ അടുത്തോട്ട് എത്തിക്കുന്നത്. പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. സുനിലോജിയുടെ പ്രവൃത്തികൾ പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദമുയർത്താനോ ആളില്ല.